18 കൊടുക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ പറയുമ്പോൾ 2-3 ആളുകളെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ രാമകൃഷ്ണാർച്ചൻ, അതായത് ഒറ്റക്കൊമ്പൻ. പിന്നെ ഓർമ്മ വരിക നമ്മുടെ കൊച്ചുമേരി പുഴമയാണ്. അതെ, നമ്മളെന്താ പറയുക, വേറൊരു അത്ഭുത ലോകത്തേക്ക് എത്തിച്ച നമ്മുടെ ഒരു ചെടിസ്നേഹിയായ ഒരു വീട്ടമ്മ. അപ്പോൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 2 വീട്ടിൽ പോവാതെ ഞാൻ പോകുന്ന പരിപാടിയില്ല. അങ്ങനെ ആളെ കാണാൻ വേണ്ടി വന്നതാണ്. ആൾക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ, ഒരു ട്രാവൽ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലാണ്. അപ്പോൾ എന്തായാലും ആൾക്ക് ക്ഷീണം ഉണ്ടെങ്കിലും ആളെ ചെടികൾക്കൊന്നും ക്ഷീണം വരാൻ സമ്മതിച്ചിട്ടില്ല. ആന്തൂറിയം നല്ല ഭംഗിയായിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഓർക്കിഡ് അതിനേക്കാൾ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. മഴയെ കാരണം ഇപ്പൊ ഇങ്ങനെ അധികം പൂക്കളില്ലാത്ത സമയമാണല്ലോ. അതിലധികം പൂക്കളില്ല. ആന്തൂറിയം കുറച്ച് ഓർക്കിടുമ്പോ മാത്രമേ പോവുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല ഫ്ലവർ ഇല്ലേ? എന്താണ് ഇത്രയും വൈറ്റ് ഫ്ലവർ ഞാൻ കണ്ടു. ഇതിന്റെ ഇടയിൽ ഒരാൾ മാത്രം എന്താ ചുവപ്പ് കളറായിരിക്കണം? തെറ്റി വന്നതാ. വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതെ, ചുവപ്പൊക്കെ ഇത് അപ്പുറത്തെ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആൾക്ക് എന്താ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. നല്ലോണം വ്യൂവേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ. 4,60,000 ആയിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ മാത്രം. പിന്നെ ഷോർട്ട് വീഡിയോകൾ വേറെ. അതെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. നല്ല കമന്റുകളാണ് കിട്ടിയിട്ടുള്ളത് മുഴുവൻ. ഒരാൾ അതിൽ കമന്റ് ചെയ്തിട്ട് ആ കമന്റിന് 200 ചില്ലറ ലൈക്ക് എത്തുന്നുണ്ട് കമന്റ് ചെയ്തിട്ട്. അപ്പൊ എന്തായാലും ആന്തൂര്യത്തിന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? സ്പെഷ്യൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കേട് വരുന്നുണ്ട്. അതിന് ഈ ടാറ്റാമീഡ് അടിച്ചു കൊടുക്കാറുണ്ട്. ചെടിയിലടിക്കോ അതോ ചുറ്റിലും അടിക്കോ? മൊത്തം സ്പ്രേ ചെയ്യും. പിന്നെ അല്ലാതെ ഇതേപോലെ ബ്ലൂം ചെയ്യാൻ നമ്മൾ എന്താ? അതിന് ഇടയ്ക്ക് 18 ഇട്ട് കൊടുക്കും. പിന്നെ ചാണപ്പൊടിയും തന്നെ ഇടുകയാണോ ചെയ്യുന്നത്? അതിലിട്ടിട്ട് ഗ്രാനുലായിട്ട് ഇടുകയാണ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.